ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന ജൂൺ മാസം 2-ാം തീയതി കൃത്യം 1:48 വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് മാറും. ഈ വ്യാഴമാറ്റത്തെ മഹാവ്യാഴമാറ്റം എന്നാണ് വിളിക്കുന്നത്. ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ ചില മഹാമാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പോകുന്ന വ്യാഴമാറ്റമാണ് ഈ മഹാവ്യാഴമാറ്റം. ഈയൊരു വ്യാഴമാറ്റത്തോടെ ഞാനീ പറയുന്ന 6 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ മഹാമാറ്റങ്ങൾ സംഭവിക്കും. അതായത് ഈ മഹാവ്യാഴമാറ്റത്തിൽ ഇവരുടെ ജീവിതത്തിലെ കണ്ണീരും കഷ്ടപ്പാടും ദുരിതങ്ങളുമെല്ലാം അവസാനിക്കുകയാണ്. 12 വർഷത്തിനു ശേഷമാണ് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു സൗഭാഗ്യം വന്നു വീഴുവാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ കണ്ണീരും ദുഃഖവും ദുരിതവും കഷ്ടകാലങ്ങളുമെല്ലാം തന്നെ അവസാനിക്കാൻ ഈയൊരു മാറ്റം കൊണ്ട് സാധിക്കും. കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലമായിട്ട് ഏതാണ്ട് 10-12 വർഷമായിട്ട് ഈ നക്ഷത്ര ജാതകർ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്നുമെല്ലാം നിങ്ങളിനി കരകയറും. ഞാനിന്ന് പറയുവാൻ പോകുന്ന 6 നക്ഷത്ര ജാതകരിൽ നിങ്ങളോ നിങ്ങളുടെ മക്കളോ ഭാര്യയോ അതുമല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തലവര മാറും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ പോകുന്ന ഭാഗ്യസമയം ഉദിക്കുവാൻ പോകുന്നു. ഞാനീ പറയുന്ന നക്ഷത്ര ജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യങ്ങൾ വന്നെത്തുവാൻ പോവുകയാണ്. ഈ വരുന്ന ജൂൺ 2 കഴിഞ്ഞോട്ടെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. ഈ വീട് കൊട്ടാരമാകും. അതായത് നിങ്ങൾ ഇനി രക്ഷപ്പെടുവാൻ പോകുന്നു. ഇതിൽ ആദ്യത്തെ നക്ഷത്ര ജാതകർ പൂയം നക്ഷത്ര ജാതകരാണ്. പൂയം നാളുകാരെ സംബന്ധിച്ച് 2026 ഒരു സാധാരണ വർഷമല്ല. ഇനി നിങ്ങളുടെ ജീവിതം മാറിത്തുടങ്ങുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒരുപാട് നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്ന വിഷമങ്ങളെല്ലാം മാറിക്കിട്ടും. അതുപോലെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് നീങ്ങുന്നതാണ്. മുൻപ് നിങ്ങൾക്ക് ഒരു രീതിയിലും ലഭിക്കാതെ പോയിരുന്ന അവസരങ്ങൾ ഇനി നിങ്ങളെ തേടിയെത്തും. സാമ്പത്തികപരമായും ഇതുവരെ ഉണ്ടായിരുന്ന ആശങ്കകളെല്ലാം തന്നെ കുറയുന്നതാണ്. അതുപോലെ കിട്ടാതെ കിടന്നിരുന്ന പണം തിരികെ കിട്ടും. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കുന്നതാണ്. അതായത് നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഒന്നും നടക്കില്ല എന്ന തോന്നലെല്ലാം മാറി മനസ്സിലൊരു ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടും. കുടുംബത്തിൽ സന്തോഷവും ചിരിയും ഐക്യവും എല്ലാം വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് എല്ലാ വ്യക്തികളും വില തരുന്ന സമയം. പഴയ തെറ്റിദ്ധാരണകളെല്ലാം മാറി നിന്ന ബന്ധങ്ങളെല്ലാം നിങ്ങളുമായി അടുത്തു വരുന്ന സമയമാണ്. ജോലി തേടുന്ന ആളുകൾക്ക് നല്ല വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. പ്രമോഷൻ, പുതിയ അവസരം, വിദേശ യോഗം ഇതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കഴിവ് എല്ലാ വ്യക്തികളും അംഗീകരിക്കുവാൻ തുടങ്ങും. ഇത്ര നാളുകളായി മനസ്സിലുണ്ടായിരുന്ന ഭയം, വിഷമം, അനിശ്ചിതത്വം ഇവയെല്ലാം കുറയുന്നതാണ്. ദൈവവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതായത് നിങ്ങൾക്കൊരു നല്ല ശക്തി കൂടെയുണ്ട് എന്നൊരു തോന്നൽ അനുഭവപ്പെടും. അതുപോലെ ജീവിതത്തിൽ പെട്ടെന്ന് നല്ല വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. ഒരുപാട് നാളുകളായി കാത്തിരുന്ന ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലമാകും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ അത്ഭുതങ്ങൾ നടക്കുവാൻ പോകുന്ന സമയമാണ്. 2026 വ്യാഴമാറ്റം
നിങ്ങളോട് പറയുവാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. പൂയം നക്ഷത്രം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഈശ്വരനെ വിളിക്കാത്ത ഒരു ദിവസവും ഇല്ലാത്ത നക്ഷത്രക്കാരാണ്. അതായത് ഒരുപാട് സങ്കടങ്ങളും 1000 പ്രശ്നങ്ങളുമായി തകർന്നുപോയ പല അവസ്ഥകളും ദൈവത്തിനെ മാത്രം വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇതിനെല്ലാം തന്നെ ഒരു പരിഹാരം തേടിത്തരും. നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്ന് തന്നെ പറയാം. സത്യമുള്ള വാക്കുകളാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖവും ദുരിതവുമെല്ലാം ഈ വ്യാഴമാറ്റത്തിൽ അവസാനിക്കും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ പോകുന്ന സമയമാണ്. അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഫലിക്കും. വ്യാഴമാറ്റം കഴിയുന്നതോടുകൂടി ഈ നക്ഷത്ര ജാതകരായ നിങ്ങൾ ജീവിതത്തിൽ വളരെ വലിയ ആഗ്രഹ സാഫല്യങ്ങളും സ്വപ്ന സാഫല്യങ്ങളും ഉദ്ദിഷ്ട കാര്യസിദ്ധിയുമെല്ലാം സംഭവിക്കും. ഒരുപാട് വഴിപാടുകളും പൂജകളുമൊക്കെ ചെയ്തിട്ടും നടക്കാതിരുന്ന പല കാര്യങ്ങളും സ്വപ്നങ്ങൾ പോലെ നടന്നു കിട്ടുന്ന സമയമാണ്. ഈ ജൂൺ 2 കഴിഞ്ഞോട്ടെ, നിങ്ങൾ ആഗ്രഹിച്ചതിലും വലുത് ഭഗവാൻ നിങ്ങൾക്ക് സമ്മാനിക്കും. ഈ നക്ഷത്ര ജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇവരോട് പറയണം, സർവ്വ ഐശ്വര്യവും വരുവാൻ പോകുകയാണ്. ഞാൻ ഈ പറയുന്നത് സത്യമായി തീരുമെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ രക്ഷപ്പെടും. അതായത് വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് 2026 വർഷം ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കം തന്നെയാണ്. ഇത്ര നാളായി നിങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചിരുന്ന സ്വപ്നങ്ങളെല്ലാം തന്നെ പതുക്കെ യാഥാർത്ഥ്യത്തിലേക്ക് നടക്കുവാൻ തുടങ്ങുന്ന സമയം. എൻ്റെ ജീവിതത്തിലും ഒരു നല്ല കാലം വരുമോ എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷയുടെ വെളിച്ചം കാണുവാൻ കഴിയും. മുൻപ് കൈവിട്ടു പോയ എല്ലാവിധ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തും. പലരും നിങ്ങളുടെ കഴിവ് തിരിച്ചറിയുവാൻ തുടങ്ങുന്ന കാലമാണ്. അതായത് ചെയ്യുന്ന കാര്യങ്ങളിൽ ആളുകളുടെ പ്രശംസയും പിന്തുണയും വർദ്ധിക്കും. പണം സംബന്ധമായ തടസ്സങ്ങളെല്ലാം തന്നെ കുറയും. പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. ബിസിനസ്, ജോലി, ഓൺലൈൻ മേഖല, സോഷ്യൽ മീഡിയ, അതുപോലെ ഏത് മേഖലയിലായാലും നിങ്ങളുടെ പേരും പ്രശസ്തിയും ഉയരും. ഇനി കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ വറുതിയിലാകുന്ന കാലമാണ്. ഈയൊരു ആത്മവിശ്വാസം നിങ്ങളുടെ മനസ്സിൽ നിറയുന്ന കാലമാണ്. കുടുംബത്തിൽ വളരെയധികം സന്തോഷ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. പഴയ പിണക്കങ്ങളെല്ലാം മാറി സ്നേഹവും ഐക്യവും വർദ്ധിക്കും. നിങ്ങളുടെ സാന്നിധ്യം തന്നെ പലർക്കും ഒരു എനർജിയായി മാറുന്ന സമയമാണ്. ജോലി തേടുന്ന ആളുകൾക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. വിദേശ യാത്രാ യോഗം, പുതിയ പഠനം, കരിയറിൽ എല്ലാം തന്നെ മാറ്റം, അതായത് എല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്ന കാലമാണ്. നിങ്ങൾ ഇതുവരെ വിയർപ്പൊഴുക്കിയതിൻ്റെ ഫലം വൈകിയെങ്കിലും ഉറപ്പായി ലഭിക്കുന്ന കാലമാണ്. ഇത്ര നാളായി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഭയം, വിഷമം, നിരാശ ഇവയെല്ലാം തന്നെ മാറും. മനസ്സിൽ സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതാണ്. എന്നെ ഇനി ദൈവം കൈവിടില്ല എന്ന ഒരു വിശ്വാസം കൂടുതൽ ശക്തമാകുന്ന കാലമാണ്. അതുപോലെ തന്നെ ഒരു ഫോൺ കോൾ, ഒരു പരിചയം, ഒരു അവസരം ഇവയിലേതെങ്കിലും തന്നെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ കാരണമാകും. ഈ മഹാവ്യാഴമാറ്റം വിശാഖം നക്ഷത്ര ജാതകരോട് എനിക്ക് പറയാനുള്ളത്, ഇനി നിങ്ങൾ ഉയരും. ഇത് നിങ്ങളുടെ സമയമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈയൊരു വ്യാഴമാറ്റം ജീവിതത്തിൽ ഒരു വലിയ തിരിഞ്ഞു നോട്ടത്തിൻ്റെ വർഷമായി മാറും. ഇത്രയും കാലമായി നിങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചിരുന്ന വിഷമങ്ങളെല്ലാം തന്നെ പതുക്കെ പതുക്കെ കുറഞ്ഞ് ഇനി എല്ലാം ശരിയാകും എന്ന പ്രതീക്ഷ മനസ്സിൽ നിറയുന്ന ഒരു കാലമാണ്. ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലും
ചിരിച്ചു നിന്ന അനിഴം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വ്യാഴമാറ്റം ആശ്വാസത്തിൻ്റെ ഒരു കാറ്റ് പോലെ അനുഭവപ്പെടും. അതായത് തടസ്സങ്ങളും എല്ലാം മാറി മനസ്സിൽ വളരെയധികം വിശ്വാസവും പ്രതീക്ഷയും ഭാഗ്യവുമെല്ലാം പതുക്കെ കൈ പിടിക്കുന്ന സമയമാണ്. സാമ്പത്തികപരമായി ഇതുവരെ അനുഭവിച്ചു പോന്നിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറും. കിട്ടാതിരുന്ന പണം തിരികെ കിട്ടും. അതുപോലെ പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. ചിലർക്ക് വീട്, വാഹനം, ഭൂമി എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗുണഫലങ്ങൾ വർദ്ധിക്കും. ജോലിയിലും ബിസിനസ്സിലും നിങ്ങൾക്ക് വളരെ വലിയ ഉയർച്ചയുണ്ടാകും. തൊഴിൽ തേടുന്ന ആളുകൾക്ക് നല്ല ജോലിയോ അതുമല്ലെങ്കിൽ നല്ല അവസരങ്ങളോ ലഭിക്കുന്നതാണ്. പ്രമോഷൻ, പുതിയ ജോലി, വിദേശ യോഗം എന്നിവയെല്ലാം തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു കാലമാണ്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആളുകളുടെ സഹായവും വലിയ വളർച്ചയും ലഭിക്കും. വീട്ടിൽ മംഗള കാര്യങ്ങൾ നടന്നു കിട്ടും. ഇതുവരെ ഉണ്ടായിരുന്ന പഴയ തെറ്റിദ്ധാരണകളെല്ലാം മാറി നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം വളരെയധികം ശക്തമാകുന്നതാണ്. അതായത് നിങ്ങളുടെ വാക്കുകൾക്ക് വളരെയധികം വില കൂടുന്ന സമയം വരുന്നു. ഇത്രയും നാളായി ഉണ്ടായിരുന്ന നിങ്ങളുടെ ഭയം, ഉറക്കമില്ലായ്മ, മാനസികമായ സമ്മർദ്ദം എന്നിവയെല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ കുറയുന്നതാണ്. അതുപോലെ ദൈവവിശ്വാസം വളരെയധികം ശക്തമാകും. നിങ്ങളെ ഒരു ശക്തി കാത്തു സൂക്ഷിക്കുന്നു എന്നൊരു തോന്നൽ തന്നെ അനുഭവപ്പെടുന്ന കാലമാണ്. അതായത് കഴിഞ്ഞ 5 വർഷം തിരിഞ്ഞു നോക്കിയാൽ സമാധാനം എന്നൊരു സാധനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രീതിയിലും ഇല്ലാതിരുന്ന ആളുകളാണ്. അതായത് ദുഃഖവും ദുരിതവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അലട്ടിയിരുന്ന ഈയൊരു സമയം എല്ലാം മാറുന്നു. ഇനി നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ട് പോകുവാൻ കഴിയും. ഭഗവാൻ മഹാവിഷ്ണു നിങ്ങളെ അനുഗ്രഹിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. രേവതി നക്ഷത്ര ജാതകരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെ വലിയ വിജയങ്ങൾ വരുവാൻ പോകുന്ന ഒരു കാലമാണ് ഈ വ്യാഴമാറ്റത്തോടു കൂടി സംഭവിക്കുന്നത്. വളരെ കാലമായി നിങ്ങൾ സ്വപ്നം കാണുന്ന, വല്ലാതെ കഠിന അധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന, ദൈവമേ ഇതൊന്ന് നടന്നു കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടുവാൻ പോകുകയാണ്. രേവതി നക്ഷത്രക്കാർക്ക് അതായത് ഇത് സ്വപ്നമാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള വളരെ വലിയ ഭാഗ്യ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങളുടെ വീട്ടിലൊരു രേവതി നക്ഷത്രക്കാരനോ ഒരു നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം മുഴുവൻ രക്ഷപ്പെടും. അത്തരത്തിലുള്ള വളരെ വലിയ ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു കാലമാണ്. അതായത് നിങ്ങൾ ഇതുവരെ മനസ്സിൽ ഒളിപ്പിച്ച സ്വപ്നങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യത്തിലേക്ക് നടക്കുവാൻ ഒരുങ്ങുന്ന സമയം. ഈശ്വര, എൻ്റെ ജീവിതത്തിലും ഒരു നല്ലൊരു മാറ്റം വരുമോ എന്ന് കാത്തിരുന്ന ആളുകൾക്ക് ഇനി പ്രതീക്ഷയുടെ വാതിൽ തുറക്കും. രേവതി നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ഈയൊരു വ്യാഴമാറ്റം മനസ്സിൽ സമാധാനവും ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ചയും നൽകുന്ന ഒരു കാലമായി മാറുന്നതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെ കൂടെയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അവസരങ്ങൾ വന്നു ചേരും. ഇത്രയും നാളായി തടസ്സപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പതുക്കെ പതുക്കെ ശരിയായി കിട്ടുന്നതാണ്. അപ്രതീക്ഷിതമായ പല ഭാഗ്യവും പല വഴികളിലൂടെയും നിങ്ങളെ തേടിയെത്തും. അതായത് മുമ്പ് അടഞ്ഞുപോയ അവസരങ്ങൾ വീണ്ടും തുറക്കുന്നതാണ്. സാമ്പത്തികമായി നിലനിന്നിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും കുറയും. പുതിയ വരുമാന മാർഗങ്ങൾ ലഭിക്കും. ബിസിനസ്, ജോലി, ഓൺലൈൻ മേഖല, വിദേശ ബന്ധങ്ങൾ എന്നിവ വഴിയും വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ ജോലി തേടുന്ന ആളുകൾക്കും നല്ല ജോലി ലഭിക്കും. വിദേശ യോഗം, ഉയർന്ന വിദ്യാഭ്യാസ പഠനം, കരിയർ മാറ്റം ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ്. നിങ്ങളുടെ കഴിവ്
എല്ലാവരും ഒരേ സമയം അംഗീകരിക്കുന്ന കാലമാണ്. കുടുംബജീവിതത്തിൽ വളരെ വലിയ സന്തോഷം, അതുപോലെ വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുക, കുടുംബ ബന്ധങ്ങൾ വളരെയധികം ശക്തമാകുക, അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്നും വളരെ വലിയ പിന്തുണയും കരുതലും ലഭിക്കുന്നതാണ്. മുൻപുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും വിഷമങ്ങളും അനിശ്ചിതത്വങ്ങളും എല്ലാം തന്നെ കുറയുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ പോസിറ്റീവ് എനർജി നിറയും. ദൈവം എന്നെ കൈവിടില്ല എന്നൊരു വിശ്വാസം ശക്തമാക്കുന്ന ഒരു കാലമാണ്. അതായത് ഈയൊരു വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം വെളിച്ചവും സമാധാനവും ഭാഗ്യവും ഒരുമിച്ച് സമ്മാനിക്കുന്ന സമയം തുടങ്ങിക്കഴിഞ്ഞു. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. ഈയൊരു മഹാവ്യാഴമാറ്റം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ വളരെയധികം സന്തോഷം നിറയ്ക്കുന്ന മാറ്റങ്ങളുടെ ഒരു വർഷമായി മാറും. ഇത്രയും കാലമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചില ആഗ്രഹങ്ങൾ പതുക്കെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിത്തുടങ്ങുന്ന കാലമാണ്. ഇനി നിങ്ങളുടെ ജീവിതം കരകയറും എന്നൊരു തോന്നൽ പല നിമിഷങ്ങളിലും നിങ്ങൾക്ക് അനുഭവപ്പെടും. വളരെ വലിയ കഷ്ടപ്പാട് നിറഞ്ഞിട്ടും ഫലം വൈകിയിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അനുകൂലമായി മാറും. വ്യാഴത്തിൻ്റെ അനുഗ്രഹം രോഹിണി നക്ഷത്ര ജാതകരായ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സ്ഥിരതയും സമ്മാനിക്കും. പണസംബന്ധമായ ആശങ്കകളെല്ലാം തന്നെ കുറയുന്നതാണ്. പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. വീട്, വാഹനം, ഭൂമി എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗുണഫലങ്ങൾ വർദ്ധിക്കും. അതുപോലെ ചിലർക്ക് പാരമ്പര്യ സ്വത്ത് സംബന്ധമായ നേട്ടങ്ങളും വന്നു ചേരും. ജോലി ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അംഗീകാരവും പ്രമോഷനും ലഭിക്കും. പുതിയ ജോലി അവസരങ്ങളെത്തും. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല വളർച്ച അനുഭവപ്പെടുന്നതാണ്. നിങ്ങളുടെ കഴിവുകൾക്ക് ആളുകൾ കൂടുതൽ വില നൽകുന്ന ഒരു സമയമാണ്. വീട്ടിൽ മംഗള കാര്യങ്ങൾ നടന്നു കിട്ടും. അതുപോലെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ വളരെയധികം സമാധാനവും സന്തോഷവും പുലരും. മുൻപുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും കുറയുന്നതാണ്. മനസ്സിൽ പുതിയ ഒരു ആത്മവിശ്വാസം നിറയും. ഈശ്വരൻ എന്നെ കൈപിടിക്കുന്നു എന്നൊരു വിശ്വാസം ശക്തമാകുന്നതാണ്. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് നല്ല വാർത്തകളും എത്തും. അതുപോലെ ഒരു പുതിയ പരിചയം പോലും ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകുന്ന വർഷമാണ്. നിങ്ങൾ ഇതുവരെ കാത്തിരുന്ന ഏറ്റവും വലിയ ഒരു ആഗ്രഹം സഫലമാകുവാൻ പോകുന്നു. ഗുണവർദ്ധനവിനായി നിങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദീപം തെളിയിക്കുക. മഹാവിഷ്ണുവിനെയോ ഗുരുവായൂരപ്പനെയോ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ മഞ്ഞപ്പഴം, കടല, മഞ്ഞൾ എന്നിവ ദാനം നൽകാം. അതുപോലെ ഓം ഗുരുവേ നമഃ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം ദിവസവും ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. രോഹിണി നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ഇനി ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ ഭാഗ്യം വന്നു ചേരുന്നു എന്ന് തന്നെയാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളെ സംബന്ധിച്ചോളം ഈയൊരു വ്യാഴമാറ്റം മാറ്റങ്ങളുടെ ഒരു വർഷമായി മാറും. ഇത്രയും നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വിഷമങ്ങളെല്ലാം തന്നെ മാറി മനസ്സിൽ പുതിയ സമാധാനം നിറയുന്ന ഒരു വർഷമാണ്. ഈശ്വര, എൻ്റെ ജീവിതം രക്ഷപ്പെടുമോ എന്ന് കാത്തിരുന്ന ആളുകൾക്ക് പ്രതീക്ഷയുടെ ഒരു വെട്ടം തെളിയും. എപ്പോഴും മറ്റുള്ളവർക്കായി മാത്രം ജീവിച്ചിരുന്ന പൂരുരുട്ടാതി നക്ഷത്ര ജാതകരായി നിങ്ങൾക്ക് ഇനി സ്വന്തം ജീവിതത്തിലും സന്തോഷം അനുഭവിക്കുവാനുള്ള ഒരു സമയമാണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങളെ
പതുക്കെ ഉയർച്ചയുടെ പടവിലേക്ക് എത്തിക്കും. ഐശ്വര്യം കുടുംബത്തിലും നിങ്ങളുടെ മനസ്സിലും നിറയുന്നതാണ്. ഇത്രയും നാളായി ഉണ്ടായിരുന്ന സാമ്പത്തികമായ സമ്മർദ്ദങ്ങളെല്ലാം മാറും. പുതിയ വരുമാന മാർഗങ്ങൾ വന്നു ചേരും. ബിസിനസ്, ജോലി, ഓൺലൈൻ മേഖല, വിദേശ ബന്ധങ്ങൾ എന്നിവ വഴി നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ വന്നു ചേരും. അതുപോലെ കുടുങ്ങിയിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി മാറുന്നതാണ്. പലരും നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുവാൻ തുടങ്ങും. പുതിയ ജോലി, പ്രമോഷൻ, ശമ്പള വർധനവ്, നല്ല അവസരങ്ങൾ ഇവയെല്ലാം നിങ്ങളെ തേടിയെത്തുന്ന കാലമാണ്. അതായത് ജീവിതത്തിൽ നിങ്ങൾ പല വട്ടം ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നടന്നു കിട്ടുന്ന സമയമാണ്. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കും. വീട്ടിൽ മംഗളകാര്യങ്ങൾ നടന്നു കിട്ടും. പഴയ പിണക്കങ്ങളെല്ലാം മാറി ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതാണ്. ദൈവവിശ്വാസവും കൂടുതൽ ശക്തമാകും. മനസ്സിലൊരു ശാന്തത അനുഭവപ്പെടും. പ്രാർത്ഥനയും ധ്യാനവും എല്ലാം തന്നെ നിങ്ങളെ വളരെയധികം പോസിറ്റീവാക്കി മാറ്റുന്നതാണ്. അതായത് ഒരുപാട് നാളായി കാത്തിരുന്ന ഒരു ആഗ്രഹം സഫലമാകും. ഒരു പരിചയം, ഒരു യാത്ര, ഒരു അവസരം ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറുവാൻ പോകുന്നു. വളരെ കാലമായി നിങ്ങൾ സഹിച്ച വേദനകൾക്ക് ഇനി നിങ്ങൾക്കൊരു മനോഹരമായ തിരിച്ചുവരവ് ഈശ്വരൻ സമ്മാനിക്കും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ഓം നമോ നാരായണായ, അതുമല്ലെങ്കിൽ ഓം ഗുരുവേ നമഃ എന്ന് ഭക്തിയോടെ നിത്യവും ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ഞാനീ പറഞ്ഞ 6 നക്ഷത്ര ജാതകർക്ക് ജൂൺ 2 ഈ വ്യാഴമാറ്റം കഴിയുന്നതോടുകൂടി നിങ്ങൾ ആഗ്രഹിച്ചതും വലുത് ഭഗവാൻ നിങ്ങൾക്ക് നേടിത്തരും. ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു അധ്വാനവും ഒരു രീതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പാഴായി പോകില്ല എന്നതാണ് സത്യം. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ അവതരിക്കും. നിങ്ങളുടെ കൈപിടിച്ചുയർത്തും. സർവ്വ ഐശ്വര്യവും വരുവാൻ പോകുകയാണ്. ഞാനീ പറഞ്ഞ വ്യാഴമാറ്റത്തിൽ ഏറ്റവും നേട്ടം കൊയ്യുന്ന 6 നക്ഷത്ര ജാതകരായ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ മറ്റു നക്ഷത്ര ജാതകർക്കും ഈയൊരു വ്യാഴമാറ്റത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയുവാനുണ്ടെങ്കിൽ കമൻ്റായി ചോദിക്കൂ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.